മാംഗല്യം. മറുപുറത്ത് ആ ഫോൺ നിശബ്ദമായ നിമിഷം മിഥുവിന്റെ ഹൃദയം പിടഞ്ഞുപോയിരുന്നു. അടക്കാനാവാത്ത സങ്കടത്തോടെ അവൾ ഭിത്തിയിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. അലറി കരയണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിൽ പോലും ഒന്നലറാൻ പോയിട്ട് നാവ് അനക്കാൻ പോലും കഴിയാതെ നിശ്ചലയായി അവൾ ആ ഇരിപ്പിരുന്നു. ഏറെ നേരത്തിന് ശേഷം പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ഫോൺ എടുത്ത് അബിയുടെ നമ്പർ ഡയൽ ചെയ്തു. 2-3 പ്രാവശ്യം ബെല്ലടിച്ചതിന് ശേഷമാണ് അബി കോൾ എടുത്തത്. എന്താ മിഥു, നീ വീണ്ടും വിളിച്ചേ? അത് പിന്നെ അബി, നീ നീ ജാനിയുടെ കുഞ്ഞിനെ കണ്ടില്ലായിരുന്നല്ലോ. നീ അവനെ കാണാൻ വരുമോ ഇവിടേക്ക്? അബി അല്പനേരം ആലോചനയോടെ നിന്നു. ഇനിയിപ്പോൾ അത് ശരിയാവും തോന്നില്ല മിഥു. നീ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ നാളെ നിന്റെ പെണ്ണ് കാണാനല്ലേ? നിങ്ങൾ എല്ലാവരും തിരക്കിലായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിലേക്ക് ഞാൻ കൂടി വരുന്നതിനേക്കാൾ നല്ലത് പിന്നീട് ഒരിക്കൽ കാണാം. ഞാൻ എൻ്റെ ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് തിരികെ വന്നിട്ട് ജാൻവിയുടെ കുഞ്ഞിനെ കണ്ടോളാം. അബി തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞു. മിഥുവിനാണെങ്കിൽ ഇനി എന്തു പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തണമെന്നറിയില്ല. അല്പനേരം ഇരുവർക്കും ഇടയിൽ വീണ്ടും മൗനം തളം കെട്ടി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അബി ചോദിച്ചതും മിഥു ഇല്ലാന്ന് പറഞ്ഞു. അതോടെ മറുപുറത്ത് കോൾ കട്ടായി. അവളുടെ കൈവഴുതി ആ ഫോൺ താഴേക്ക് വീണു. നിമി നേരം കൊണ്ട് വെറും നിലത്തേക്ക് പടഞ്ഞിരുന്നു പോയി മിഥു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. 4 വർഷങ്ങൾക്ക് മുമ്പുള്ള മിഥുവിലേക്ക് താൻ വീണ്ടും പോകുമ്പോൾ ഒരു തോന്നൽ അവളെ ഒന്നാകെ പിടിച്ചുലച്ചു. അതേസമയം ജാൻവിയും റൂമിൽ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. ആ സമയം അവൾക്ക് ജഗനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ഏറെ നേരം അവനെ നോക്കി നിന്നിട്ടും ജഗൻ വരുന്നില്ലെന്ന് കാണുക ബെഡിലിരുന്ന് കളർ ചെയ്തുകൊണ്ടിരുന്ന ഋതുക്കുട്ടൻ്റെ അടുത്തേക്ക് ജാനി മെല്ലെ ചെന്നിരുന്നു. ഋതു, ബാക്കി നാളെ കളർ ചെയ്യാട്ടോ. ഇതിപ്പോൾ ബെഡ് ടൈമാണ്, നോക്ക്, 10 o'clock ആയി സമയം. ജാനി പറഞ്ഞതും ഋതു തലകുലുക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ കളറിംഗ് ബുക്കും പെൻസിൽസും എല്ലാം ഒരു ബോക്സിലേക്കിട്ട് കൃത്യമായി ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചു. ശേഷം ജാൻവിയെ നോക്കി. അവൾക്ക് മനസ്സിലായി ആ നോട്ടത്തിൻ്റെ അർത്ഥം. അവൾ അവൻ്റെ ബ്രഷൊക്കെ എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കുഞ്ഞു ചെക്കനെ ബ്രഷ് ചെയ്യിപ്പിച്ച് വസ്ത്രം മാറ്റി ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. പകല് മൊത്തം ജാൻവിയെ കണ്ടില്ലെങ്കിലും അവനൊരു കുഴപ്പവുമില്ല. പക്ഷേ രാത്രി ഉറങ്ങാൻ നേരം അവൻ്റെ അരികിൽ ജാൻവി ഉണ്ടാകണം. അതവന് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു അരികിലേക്ക് ജാൻവി കിടന്നു. ജാൻവിയെ ചുറ്റിപ്പിടിച്ച് കിടന്നു മെല്ലെ കുഞ്ഞുറങ്ങി. ജാൻവി അപ്പോഴും ഉറക്കം പുൽകാൻ തുടങ്ങിയ കൺപോളകൾ തുറന്നു വെച്ച് ജഗന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ഒടുക്കം കുറേയേറെ സമയമായിട്ട് ജഗൻ വരുന്നില്ലെന്ന് കണ്ടതു. ജാൻവി കുഞ്ഞിന് ഇരുവശത്തും 2 തലയിണ വെച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. നോക്കുമ്പോൾ കണ്ടു ഇടനാഴിയുടെ അങ്ങേ തലയ്ക്ക് ഫോണിൽ സംസാരിക്കുന്ന ജഗനെ. ജാൻവി മെല്ലെ അവിടേക്ക് നടന്നു ചെന്നു. അല്പനേരം അവനെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിന്നു. എന്താ കാര്യമെന്ന് അവൻ ഒരു പുരുവുയർത്തി ചോദിച്ചെങ്കിലും ജാൻവി അവനെ രൂക്ഷമായി നോക്കിയതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ ജഗൻ ഫോൺ അല്പം നീക്കി പിടിച്ചു. ശേഷം ജാൻവിയോട് ചോദിച്ചു, എന്താ ജാൻവി? ജഗൻ വരുന്നില്ലേ കിടക്കാൻ? ഞാൻ വന്നോളാം, ഒരു ഒഫീഷ്യൽ കോളാണ്, താൻ കിടന്നു. അവൻ അത്രയും പറഞ്ഞതും ജാൻവി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ നേരെ റൂമിലേക്ക് വന്നു. പക്ഷെ ഉറങ്ങാൻ പാവമില്ലാത്തതുപോലെ അവൾ ടേബിളിൽ ഇരുന്നൊരു ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. പിന്നെയും ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ജഗൻ റൂമിലേക്ക് വന്നു. ആഹാ, താൻ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു? ഉണർന്നിരിക്കുന്നവളെ കണ്ടത് ജഗൻ അത് ചോദിച്ചുകൊണ്ട് വാതിൽ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് വന്നിരുന്നു. എനിക്ക് ജഗനോട് അല്പം സംസാരിക്കാനുണ്ട്. ജാൻവി ഒരു മുഖവുരയോടെ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. എന്താടോ കാര്യം? ജഗന് തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ജാൻവി എടുത്തടിച്ചതുപോലെ ചോദിച്ചതും അത്രയും നേരം ശാന്തമായിരുന്ന ജഗന്റെ മുഖഭാവം മൊത്തത്തിലങ്ങ് മാറി. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകയും മുഖം ദേഷ്യത്താൽ ചുവക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിൽ ഇപ്പോഴും യാതൊരു കൂസലുമില്ലാതിരിക്കുവാണ് ജാനി. ജാൻവി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, കേട്ടല്ലോ? ഇതിലും മര്യാദയോടെ ജഗനോട് സംസാരിക്കാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി വാ. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അവൻ അതീവ ദേഷ്യത്തോടെ അവൾക്ക് അടുത്തേക്ക് പാഞ്ഞെടുത്തു. അവൻ്റെ ആ വരവ് കണ്ടപ്പോൾ ചെറുതായി ഒന്ന് ഭയന്നെങ്കിലും ജാൻവി പേടിയൊന്നും മുഖത്ത് കാണിക്കാതെ അതേ പടിയിരുന്നു. ജഗൻ, ഇത് എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാ അവൾക്ക് പഴയതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തു വരാൻ സമയം വേണമെന്ന്? നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവൾ ഇപ്പോഴും അഭിയെ പ്രണയിക്കുന്നുണ്ട്, പണ്ടുള്ളതിനേക്കാൾ തീവ്രമായിട്ട്. അങ്ങനെയുള്ളവളുടെ ജീവിതത്തിലേക്കാണ് മറ്റൊരു പുരുഷനെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. ആ ബന്ധത്തിൽ അവൾക്ക്
100% ആത്മാർത്ഥത പുലർത്താൻ കഴിയുമെന്ന് ജഗന് തോന്നുന്നുണ്ടോ? ഒരുവനെ മനസ്സിലിട്ട് മറ്റൊരുവന്റെ ഭാര്യയെ ജീവിക്കേണ്ടി വരുന്നത് എത്രമാത്രം വേദനാജനകമാണെന്ന് ജഗൻ അറിയാമോ? ജഗൻ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ആ പെയിൻ. ജഗൻ വിചാരിച്ച നാളത്തെ പെണ്ണ് കാണാൻ മുടക്കാൻ പറ്റും. അതെങ്ങനെങ്കിലും വേണ്ടെന്ന് വെക്ക് ജഗൻ. നാളെ മിഥു അവളുടെ നമുക്ക് മിഥു അവളുടെ സന്തോഷങ്ങളും അല്ലേ വലുത്. ജാൻവി, ഇനി ഈ കാര്യത്തെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാവും നല്ലത്. മിഥുവിന് ഞാൻ ഓൾറെഡി 4 വർഷം സമയം കൊടുത്തു. ഈ 4 വർഷം കൊണ്ട് ഹീലാവാത്ത മുറിവ് ഇനി എത്ര വർഷം എടുത്താലും ഹീലാവില്ല എന്ന് കരുതി ഏതോ ഒരുത്തിനെയും മനസ്സിലിട്ട് അവളിങ്ങനെ ജീവിതകാലം മുഴുവൻ തള്ളി നീക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അവൾക്കും വേണം കുടുംബവും കുട്ടികളും ഒക്കെ. അതുകൊണ്ട് താനായിട്ട് ദയവ് ചെയ്ത് ഇതിനിടങ്കോലിടാൻ നിൽക്കരുത്. പിന്നെ നിങ്ങളടുത്ത സുഹൃത്തുക്കളല്ലേ? എൻ്റെ അറിവ് വെച്ചാണെങ്കിൽ മിഥുവിൻ്റെ ജീവിതത്തിൽ ജാൻവിക്കൊരു പരിധിവരെ അവകാശവുമുണ്ട്. മാത്രമല്ല, ജാൻവി പറഞ്ഞാൽ ഇത് കേൾക്കുകയും ചെയ്യും. അതുകൊണ്ട് അവളുടെ മനസ്സിൽ എന്തെങ്കിലും കരട് ബാക്കിയുണ്ടെങ്കിൽ താൻ പറഞ്ഞവളെ തിരുത്തണം. പിന്നെ ഇതൊന്നും അല്ല ജീവിതം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, കുറച്ചു കഴിയുമ്പോൾ അവൾ തന്നെ മാറ്റി ചിന്തിക്കും. ഒരു കുടുംബവും കുട്ടികളും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ അപ്പോൾ സമയം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ കിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും. അതുകൊണ്ട് അങ്ങനെയൊന്നും എൻ്റെ അനിയത്തിക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. ജാൻവി ഒന്ന് ഉരുത്തി ചിന്തിച്ച് മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. നമുക്കൊരു മകനുണ്ടെന്ന് താനൊന്ന് സങ്കല്പിച്ചേ. നാളെ നമ്മുടെ കുട്ടിക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിലോ? ജാൻവി ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? ജഗന്റെ ആ ചോദ്യത്തിന് മുൻപിൽ ജാൻവിക്ക് അടിപതറി. ഒരു നിമിഷം അവനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ ജാൻവി ഇരുന്നു പോയി. ജഗൻ അവൾക്കടുത്തേക്ക് വന്ന് അവളോട് ചേർന്നിരുന്നു. മെല്ലെ അവളുടെ മടിയിലിരുന്ന കൈപ്പത്തി എടുത്ത് അവന്റെ കൈക്കുള്ളിലേക്ക് വെച്ചു. പിന്നെ അതിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു, താൻ പറഞ്ഞാൽ ഇത് ഉറപ്പായും കേൾക്കും. അറിയാലോ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചാണ് നാളെ ആ പയ്യനും വീട്ടുകാരും കൂടി എത്തുന്നത്. അവർക്ക് മുമ്പിൽ മിഥു എല്ലാവിധ സന്തോഷത്തോടെയും വേണം നിൽക്കാൻ. ആ ഉത്തരവാദിത്തം ഞാൻ ജാൻവിയെ ഏൽപ്പിക്കുകയാണ്. ജഗനത് പറഞ്ഞതും ജാൻവി അവന്റെ കൈക്കുള്ളിലിരുന്ന് തന്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് മറുപടി ഒന്നും പറയാതെ ബെഡിലേക്ക് പോയി കിടന്നു. പിന്നെ അധികം വൈകാതെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് ജഗനും കിടന്നു. ഋതുവിൻ്റെ അടുത്തേക്ക് ഒരു വശം ചരിഞ്ഞാണ് ജാൻവി കിടന്നത്. ജഗൻ വന്ന് കിടന്ന് മാത്രമേ തന്നെ ഒരു കൈയെടുത്ത് അവളെ ചുറ്റിപ്പിടിച്ചു. ആ നേർത്ത ഇരുട്ടിൽ ജഗന്റെ മുഖം വിടർന്നു തന്നെയിരുന്നു. പക്ഷേ ജാൻവിയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടവും ദേഷ്യവും വിഷമവും ഒക്കെയാണ്. തന്റെ മേലേക്ക് വെച്ച ജഗന്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അവൾ ഋതുക്കുട്ടനെ ചുറ്റിപ്പിടിച്ചു കിടന്നു. അതേസമയം മറ്റൊരു റൂമിൽ പെണ്ണൊരുത്തി ഉറങ്ങാതെ സമയം തള്ളി നീക്കുവാണ്. ഇടയ്ക്ക് എപ്പോഴും അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് പാഞ്ഞു. സമയപ്പോൾ 2 മണി. ആ നേരം അത്രയും ഉറങ്ങാതിരുന്ന് കണ്ണീർ വാർക്കുവാണ് മിഥു. എന്തോ അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, നാളത്തെ വിവാഹാലോചന തനിക്ക് വേണ്ടി ഉള്ളതാണെന്ന്. എന്തു വന്നാലും അച്ഛനും അമ്മയും ഏട്ടനും ആ വിവാഹം നടത്തുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. ഒരു വാക്കുകൊണ്ടെങ്കിലും അഭി തനിക്കൊരു പ്രതീക്ഷ നൽകിയിരുന്നെങ്കിൽ ഇന്നെന്നല്ല, ഈ ഒരു ജീവിതകാലം മുഴുവൻ അവനു വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇതിപ്പോൾ പ്രതീക്ഷയില്ലാതെ, എന്നാൽ മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ മനസ്സുകൊണ്ട് തയ്യാറാവാതെ താൻ എങ്ങനെ ഒരാൾക്ക് മുമ്പിൽ പോയി കെട്ടിയൊരുങ്ങി നിൽക്കും? ഉത്തരം കണ്ടെത്താനാകാത്ത ആ ചോദ്യം അവൾ സ്വയം ആവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴോ കരഞ്ഞു തളർന്ന് ആ മുറിയുടെ കോണിൽ ചാരിയിരുന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ജനലിലൂടെ പതിച്ച സൂര്യരശ്മികളാണ് മിഥുവിനെ ഉറക്കമുണർത്തിയത്. വല്ലാതെ ദേഹം വിറയ്ക്കുന്നുണ്ട്. രാത്രി ചടഞ്ഞുകൂടി ഇരുന്ന് ഉറങ്ങിയതിന്റെ ഫലമാണ്. മിഥു പെട്ടെന്ന് നിലത്തുനിന്ന് ചാടിപ്പടിഞ്ഞ് എഴുന്നേറ്റു. ക്ലോക്കിലേക്ക് നോക്കി. സമയം 8 മണിയോടെ അടുക്കുന്നു. അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അഹിതമായതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കും പോലൊരു തോന്നൽ. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിൽക്കുന്ന നേരത്താണ് മുറിയുടെ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം. തുറക്കണോ വേണ്ടയോ എന്നൊന്നും മടിച്ചു മിഥു. അവൾക്കിപ്പോൾ ആരെയും കാണാനോ ആരോടും സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത മട്ടാണ്. വാതിലിന് പുറത്തു നിന്നുള്ള തട്ട് അസഹ്യമായപ്പോൾ ഒടുക്കം നിവർത്തിയില്ലാതെ പോയി വാതിൽ വലിച്ചു തുറന്നു മിഥു. തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ജാൻവിയെ കണ്ടത് മിഥുവിന്റെ കണ്ണൊന്ന് ചുരുങ്ങി.
ജാൻവിയും ആകെ മൊത്തം മനസ്സ് വിഷമിച്ചാണ് നിൽപ്പ്. ഞാൻ വെറുതെ നീ ഉണർന്നോന്നറിയാൻ വേണ്ടി വന്നതാ. ജാൻവി അല്പം പരിങ്ങലോട് സംസാരിച്ചു. ജാൻവി, നിനക്കെങ്കിലും ഏട്ടനോടൊരു വാക്ക് പറയാറുന്നില്ലേ? എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ലെന്ന്. നീ എന്തൊക്കെയാ മിതു ഈ പറയുന്നത്? ഞാൻ പറയാഞ്ഞിട്ടാണോ? അല്ലേ തന്നെ, ഞാൻ പറഞ്ഞാൽ നിന്റെ ഏട്ടൻ കേൾക്കൂന്ന് നിനക്കെന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇന്നലെ രാത്രിയിലും ഇതേപ്പറ്റി ഞാൻ ജഗനോട് സംസാരിച്ചു. പക്ഷെ മിതു, നീ ഈ ബന്ധവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാ നല്ലത്. എനിക്ക് തോന്നുന്നില്ല അവൻ തിരികെ വരുമെന്നോ, അല്ലെങ്കിൽ അവൻ വന്നാലും ഈ വീട്ടുകാർ നിന്നെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്നോ ഒന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്തിനാ നീ വെറുതെ നടക്കാത്ത കാര്യങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് നിന്റെ സമയം ഇല്ലാതാക്കുന്നത്? പതിയാണെങ്കിലും നീ ജീവിതവുമായി പൊരുത്തപ്പെടും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, വേഗം റെഡിയാവും. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ജാൻവി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുറിവിട്ടിറങ്ങിപ്പോയപ്പോൾ മിതു വീണ്ടും വല്ലായ്മയോടെ വീട്ടിലേക്ക് തന്നെയിരുന്നു. ഏകദേശം 9:45 കഴിഞ്ഞപ്പോൾ ജാൻവി റൂമിലേക്ക് വന്നു. ഒരു സാധാ ചുരിദാറാണ് അവളുടെ വേഷം. മുടിയൊക്കെ ചീവി ഒതുക്കി കെട്ടിവെച്ചിട്ടുണ്ട്. മിഥുവിന്റെ മുറിയുടെ വാതിൽ ആ സമയം ചാരിയിട്ടേ ഉള്ളൂ. വാതിൽ തള്ളി തുറന്ന് ജാൻവി മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് താൻ രാവിലെ മിഥുവിനെ കണ്ടത് എങ്ങനാണോ അതേ വേഷത്തിൽ അതേ ഇരിപ്പിരിക്കുവാണ് അവൾ ഇപ്പോഴും. ഇട്ടിരുന്ന ഡ്രസ്സിന്റെ നെഞ്ചുഭാഗം മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. അതവളുടെ കണ്ണുനീരാണെന്ന് ജാൻവിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ജാൻവി വാതിൽ ചേർത്തടച്ചുകൊണ്ട് മിഥുവിനെ ഇറുക്കിപ്പുണർന്ന് അവളുടെ മുഖം തന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. എന്തിനാ മിഥു നീ ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത്? മതിയടി, പ്ലീസ്. നിനക്ക് വേണ്ടാത്തവനെ നിനക്കും വേണ്ട, അങ്ങനെ വിചാരിക്കേ. അത് പറയുമ്പോഴും ജാൻവിയുടെ ഹൃദയം 100 കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, തള്ളിക്കളയുന്നത് അഭിയെയാണ്, കൂടെപ്പിറപ്പിനെ പോലെ ചേർത്ത് പിടിച്ചത്. പക്ഷെ അവന് എന്തുകൊണ്ടാകും ഇങ്ങനെ സ്ട്രേഞ്ചായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും ജാൻവിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ മിഥുവിന്റെ കണ്ണീരൊക്കെ കാണുമ്പോൾ അബിയുടെ മനസ്സലിയുമെന്ന് ജാൻവിയും വിചാരിച്ചിരുന്നു. മുൻപ് പലപ്പോഴും അവൾക്കും തോന്നിയിട്ടുണ്ട് അബിക്ക് മിഥുവിനോടൊരു പ്രണയമുണ്ടെന്ന്. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ബാലിശമായ ചിന്തകൾക്കൊന്നും തങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ജാൻവി തിരിച്ചറിയുകയായിരുന്ന ആ യാഥാർത്ഥ്യം. മതി മിഥു ഇരുന്ന് കരഞ്ഞത്. വെറുതെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞ് വല്ല അസുഖവും വരുത്തിവെക്കുന്നത് എന്തിനാ? അതുകൊണ്ട് നീ എഴുന്നേറ്റേ ചെല്ല്, വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. ജാൻവി മിഥുവിനെ നിർബന്ധിച്ച് വാഷ്റൂമിലേക്ക് തള്ളിവിട്ടു. ശേഷം അവളുടെ തന്നെ കബോർഡ് തുറന്നു. അതിൽ നിന്നൊരു സിമ്പിളായിട്ടുള്ള സൽവാർ സെറ്റ് എടുത്ത് പുറത്തേക്ക് വെച്ചു. പേസ്റ്റൽ ഗ്രീൻ നിറത്തിൽ വൈറ്റ് സ്റ്റോൺസ് പതിപ്പിച്ച സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിൽ നൽകുന്ന ഒരു സൽവാർ സെറ്റായിരുന്നു അത്. മിഥു ഫ്രഷായി വാഷ്റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും ജാൻവി അതെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. വേഗം ഇത് പോയിട്ട് ഇട്ടിട്ട് വന്നേ. വല്ലാത്തൊരു ആജ്ഞാപന സ്വരമാണ് ജാൻവിയുടേത്. മറ്റൊന്നും കൊണ്ടല്ല, താൻ കൂടി കുറച്ച് സോഫ്റ്റായി അവളുടെ അടുത്ത് നിന്നാ അവൾ വീണ്ടും കൂടുതൽ കൂടുതൽ തളർന്നു പോവുകയുള്ളൂ എന്ന് ജാൻവിക്ക് ബോധ്യമായി. മിഥു മറുത്തൊന്നും പറയാതെ ആ സൽവാർ സെറ്റും വാങ്ങിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അലസമായി അതും ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു ഒരു മരപ്പാവയെ പോലെ ബെഡിലേക്കിരുന്നു. ജാൻവി തന്നെ മുൻകൈ എടുത്താണ് അവളുടെ മുടി കെട്ടിക്കൊടുത്തതും നെറ്റിയിൽ ഒരു കുഞ്ഞു കല്ല് പൊട്ടുവെച്ചതും ഒക്കെ. അവളുടെ ഒഴിഞ്ഞു കിടന്ന കാതിലേക്ക് നോക്കി ജാൻവി. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കമ്മൽ എടുത്തുകൊണ്ട് വന്നെങ്കിലും മിഥു തടഞ്ഞു. വേണ്ട ജാനി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലേ തന്നെ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എന്തിനാണ്? മിഥു പിന്നെ ഈ പഴയപടിയാണ് സംസാരിക്കുന്നതെന്ന് കണ്ടതും ജാൻവി അവളെ നിർബന്ധിച്ചു. കഴുത്തിൽ മാലയില്ല, കാതിൽ കമ്മൽ കൂടി ഇല്ലെങ്കിൽ എങ്ങനെയാ മിഥു? തൽക്കാലം ഈ കമ്മൽ മാത്രം ഇട്, മാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. മിഥു വേണമെന്നും പറഞ്ഞില്ല, വേണ്ടെന്നും പറഞ്ഞില്ല. ജാൻവി തന്നെ ആ കമ്മല് അവളുടെ കാതിലേക്ക് ഇട്ടുകൊടുത്തു. ജാൻവിക്ക് ആ സമയം ഓർമ്മ വന്നത് തൻ്റെയും ജഗന്റെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളായിരുന്നു. അന്ന് താനും ഇതുപോലെയായിരുന്നു, മനസ്സ് മരവിപ്പിച്ച് വല്ലാത്തൊരവസ്ഥയിൽ. അന്നും ഇതുമായിരുന്നു തനിക്കൊപ്പം എല്ലാത്തിനും കൂട്ടുനിന്നത്. തന്നെ ഒരുക്കാനും സാരി ഉടുപ്പിക്കാനും അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും. അന്നത്തെ ജാനിയും ഇന്നത്തെ ജാനിയും തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. അന്നത്തെ ആ മാനസികാവസ്ഥയിൽ ഒരിക്കലും ജഗനൊപ്പം ഒരു കുടുംബജീവിതം പോലും ഉണ്ടാകുമെന്ന് താൻ സ്വപ്നം കണ്ടിട്ടില്ല. ചിലപ്പോൾ അതുപോലെ ആയിരിക്കും മിഥുവിൻ്റെ ലൈഫും. ഇന്ന് വരുന്ന ഡോക്ടർ അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും പതിയെ പതിയെ അവളും അദ്ദേഹവുമായി അടുപ്പമാകും. തന്നെയും ജഗനെയും പോലെ മത്സരിച്ച് അവരും പ്രണയിച്ച് മുന്നോട്ടുള്ള അവരുടെ ജീവിതം ജീവിച്ചു തീർക്കും. ജാൻവി മനസ്സിലോർത്തു.
അപ്പോഴേക്കും മുറിക്ക് പുറത്തു നിന്ന് ജഗന്റെ ശബ്ദം ജാനി കേട്ടു. അവൻ ഡോറി തട്ടുന്നുണ്ട്. ഒപ്പം തന്റെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി മിഥുവിനെ നോക്കിയിട്ട് അവളുടെ ഇരു കവിളിലും കൈവച്ച് മെല്ലെ നെറ്റിയിലേക്കൊന്ന് നെറ്റി മുട്ടിച്ചുകൊണ്ട് ജാനി പുഞ്ചിരിച്ചു. എല്ലാം ശരിയാകും മിഥു, നീ മനസ്സ് വിഷമിപ്പിക്കല്ല. പുറത്തു നിൽക്കുന്നത് ജഗന. നീ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന കണ്ട് അടുത്ത വഴക്ക് അതിനായിരിക്കും. പറഞ്ഞുകൊണ്ട് അവൾ ധൃതിയിൽ ഓടിപ്പോയി വാതിൽ തുറന്നു. എന്തായി ജാനി, മിഥു റെഡിയായോ? ഗാംഭീര്യമുള്ള ജഗന്റെ ശബ്ദം മിഥുവിന്റെ ജാനിയുടെയും കാതിൽ ഒരുപോലെ വന്നു പതിഞ്ഞു. റെഡിയായി ജഗൻ. എങ്കിൽ പിന്നെ താനിങ്ങി പോരെ. ഓൾറെഡി ഞങ്ങൾ എല്ലാവരും പരസ്പരം കണ്ട് സംസാരിച്ചതാ. പയ്യന് മിഥുവിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ജഗൻ, അത് പിന്നെ എന്താ ജാനി, താൻ എന്തിനാ പിന്നെ അവർക്കിടയിൽ കിടന്ന് കറങ്ങാൻ നിൽക്കുന്നത്? വേഗം താഴേക്ക് ഇറങ്ങി ചെന്നേ. പയ്യന്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. വാ. ജഗൻ അതും പറഞ്ഞ് ജാൻവിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ജാൻവി മിഥുവിനെ നിസ്സഹായതയോടെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ ഇപ്പോഴും നിറയാൻ വെമ്പി നിൽക്കുകയാണ്. മിഥുവിന്റെ മാനസികാവസ്ഥ ഓർത്ത് ജാൻവിക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. കട്ടിൽപ്പടിയിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന മിഥു ആഞ്ഞൊന്ന് ശ്വാസമെടുത്തു. അവളുടെ ഹൃദയം നിർത്താതെ മിടിച്ചു. അല്പസമയത്തിനകം ഈ റൂമിലേക്ക് മറ്റൊരാൾ കടന്നു വരുമെന്നും ഇനിയുള്ള തൻ്റെ ജീവിതം അയാൾക്കൊപ്പം ആയിരിക്കുന്നുവൊക്കെ ചിന്തിച്ച് മിഥുവിന് വല്ലാത്ത വിഷമം വന്നു. അവൾ തൊടിയിലേക്ക് തുറക്കുന്ന ജനൽ തുറന്നിട്ട് ആ ജനലിഴകളിൽ കൈകോർത്ത് പിടിച്ച് പുറത്തേക്ക് അലസമായി നോക്കി നിന്നു. മാണിക്യമംഗലത്തിൻ്റെ ഒരു വശത്തെ പറമ്പും അങ്ങ് തെക്കേ അതിരിലൂടെ ഒഴുകുന്ന പുഴയുമൊക്കെ ആ ജനലിലൂടെ നോക്കിയാൽ അവൾക്ക് കാണാമായിരുന്നു. പലപ്പോഴും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയെന്ന് മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ച ആ ദൃശ്യങ്ങൾക്കൊന്നും അന്ന് അവളുടെ മനസ്സിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ചൂടിനെ ശമിപ്പിക്കാനാവുന്നില്ലായിരുന്നു. ഒരു മഴ നനയാൻ പറ്റിയിരുന്നെങ്കിലെന്നും ഒന്നുറക്കെ അലറിക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നും മിഥു വല്ലാണ്ട് ആഗ്രഹിച്ചു. അല്പസമയത്തിന് ശേഷം ആരോ മുറിയുടെ വാതിൽ തുറക്കുന്ന ഒരു ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല മിഥുവിന്. അവളുടെ മനസ്സിൽ അപ്പോഴും കടന്നുപോയിക്കൊണ്ടിരുന്ന ചിന്ത അബിയുടേതായിരുന്നു. അവൻ്റെ മുഖം, അവൻ്റെ ശബ്ദം. അവൾക്കൊരിക്കൽ കൂടി അബി ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാനൊക്കെ തോന്നി. പക്ഷെ അതൊന്നും ശരിയല്ലെന്ന് ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. മിഥുവിൻ്റെ കൈകൾ ജനലഴികളിൽ മുറുകി. തനിക്കടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നതായി അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അത്ര പരിചിതമില്ലാത്തൊരു പെർഫ്യൂം ഗന്ധം കൂടുതൽ ശക്തിയോടെ തനിക്കടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. മിഥു കണ്ണുകൾ ഇറുക്കിയടച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. നിമി നേരത്തിനുള്ളിൽ ഒരു കൈ വന്ന് അവളെ ഉടലിലൂടെ ചുറ്റിവരിഞ്ഞു പൊതിഞ്ഞു. മിഥു വെപ്രാളത്തോടെ ആ കൈ കുടഞ്ഞെറിയാൻ തുടങ്ങിയതും കാതോരം പരിചിതമായൊരു സ്വരം അവൾ കേട്ടു. എന്റെ മിഥുക്കുട്ടി കരയാ. അത്ര നേരം പിടിച്ചു വച്ചിരുന്ന 2 തുള്ളിയിൽ കണ്ണീരവളുടെ കവിളിലൂടെ ഒഴുകി ഇറങ്ങിപ്പോയി. ഞൊടിയിടയിൽ തിരിഞ്ഞ് മിഥു വിശ്വാസം വരാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അബി. അവൾക്ക് ആ 2 അക്ഷരം പോലും കൂട്ടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണീര് വന്നു നിറഞ്ഞ് അവളുടെ കാഴ്ച മറഞ്ഞു. കണ്ണീര് തിങ്ങി നിറഞ്ഞ കൺകോണിലൂടെ അവൾ ആ മുഖം നനഞ്ഞ ചില്ലുമാളിക്കപ്പുറം എന്നതുപോലെ കണ്ടു. അവളുടെ അതിരങ്ങൾ വീണ്ടും മന്ത്രിച്ചു. അബി. തുടരും. സന്തോഷമായോ? പനിയാണ് കേട്ടോ, അതാ സ്റ്റോറി വൈകിയത്. വീട്ടിലെല്ലാവർക്കും പനി പിടിച്ചു മക്കളെ. എന്തായാലും മാംഗല്യം തീർന്നിട്ട് നമുക്ക് പരിണയത്തിലേക്ക് വരാവേ.